Hello friends, welcome to our channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് സബ്ജക്റ്റിൽ തന്നെ മൊഡ്യൂൾ 3ൽ വരുന്ന ടോപ്പിക് ആണ് സ്മൂത്തിങ് സ്പേഷ്യൽ ഫിൽറ്റേഴ്സ്. അപ്പോൾ അതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സ്മൂത്തിങ് ലീനിയർ ഫിൽറ്റേഴ്സ്, ഓർഡർ സ്റ്റാറ്റിക്സ് ഫിൽറ്റേഴ്സ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് സ്മൂത്തിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്? അതായത് ബ്ലറിംഗ് ആൻഡ് ഫോർ നോയ്സ് റിഡക്ഷൻ. അപ്പോൾ അതിൽ blurring is used in pre-processing steps such as removal of small details from an image prior to object extraction. അതുപോലെ bridging of small gaps in lines or curves. ഇനി noise reduction. Noise reduction can be accomplished by blurring. Okay. അപ്പോൾ മെയിൻ ആയിട്ട് blurring and for noise reduction വേണ്ടിയിട്ടാണ് smoothing filters യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് type of smoothing filters ആണ്. There are two ways of smoothing spatial filters. എന്തൊക്കെയാണ്? Smoothing linear filters, mean filter, then order statics filters, non-linear filter. Okay, first നമുക്ക് നോക്കേണ്ടത് smoothing linear filter ആണ്, അതായത് mean filter. അപ്പോൾ നമ്മൾ ഏതൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അറിയാലോ, എന്താ ആവറേജ് അല്ലേ? അപ്പോൾ ഇവിടെ linear spatial filter is simply the average of the pixels contained in the neighborhood of the filter mask. അപ്പോൾ എന്താണ് മാസ്ക്? ഓക്കെ, അതുപോലെ എന്താണ് ലീനിയർ സ്പേഷ്യൽ ഫിൽറ്റർ, അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. അത് കാണാതെ പെട്ടെന്ന് ഇതിലേക്ക് വരുമ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ മീൻ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? അതായത് ഫിൽറ്റർ മാസ്കിലെ നൈബർഹുഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ നൈബർഹുഡ്സിന്റെ ആവറേജസ് കാണുകയാണ്. അതായത് അതിലെ ഗ്രേ ലെവൽ വാല്യൂസിന്റെ ആവറേജസ് കണ്ടിട്ട് എന്ത് ചെയ്യുന്നു? അതായത് ഇമേജിലെ ഓരോ പിക്സലിനെയും റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദി ഐഡിയ ഈസ് റീപ്ലേസിംഗ് ദി വാല്യൂ ഓഫ് എവറി പിക്സൽ ഇൻ എൻ ഇമേജ്. ഇമേജിലെ ഓരോ പിക്സലിന്റെ വാല്യൂവിനും എന്ത് ചെയ്യാണ്? റീപ്ലേസ് ചെയ്യാണ് ബൈ the average of the gray levels in the neighborhood defined by the filter mask. Okay, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ വരുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. ഇനി ടൈപ്സ് ഓഫ് മീൻ ഫിൽറ്റർ, അതിൽ തന്നെ ആവറേജിങ് ഫിൽറ്റർ വരുന്നുണ്ട്, വെയ്റ്റഡ് ആവറേജിങ് ഫിൽറ്റർ വരുന്നുണ്ട്. അപ്പോൾ ആവറേജിങ് ഫിൽറ്റർ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ റിഡക്ഷൻ ഓഫ് ഡീറ്റെയിൽ ഇൻ ഇമേജ്, ഓൾ കോഎഫിഷ്യൻസ് ആർ ഈക്വൽ. ഇനി വെയ്റ്റഡ് ആവറേജിങ് ഫിൽറ്റർ, in this pixels are multiplied by different coefficients. അതുപോലെ center pixel is multiplied by a higher value than average filter. എക്സാമ്പിൾ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് ആവറേജിങ് ലീനിയർ ഫിൽറ്റർ ആണ് അല്ലേ. ദി റെസ്പോൺസ് ഓഫ് ആവറേജിങ് ഫിൽറ്റർ ഈസ് സിംപ്ലി ദി ആവറേജ് ഓഫ് ദി പിക്സൽ കണ്ടെയ്ൻ ദി നൈബർഹുഡ് ഓഫ് ദി ഫിൽറ്റർ മാസ്ക്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ആവറേജിങ് ഫിൽറ്റേഴ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് is a smooth image with reduced sharp transition in gray levels. അതായത് നോയ്സ് അതുപോലെ തന്നെ എഡ്ജസിലൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഗ്രേ ലെവൽസിൽ ഷാർപ്പ് ട്രാൻസിഷൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ആവറേജ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആവറേജിങ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു സ്മൂത്ത് ഇമേജ് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. നോയ്സ് ആൻഡ് എഡ്ജസ് കൺസിസ്റ്റ് ഓഫ് ഷാർപ്പ് ട്രാൻസിഷൻ ഇൻ ഗ്രേ ലെവൽസ്. ദസ് smoothing filters are used for noise reduction. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. However, they have the undesirable side effect that they blur edges. Okay, അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് 2/3/3 സ്മൂത്തിങ് ലീനിയർ ഫിൽറ്റേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആവറേജ്, രണ്ടാമത്തെ വെയ്റ്റഡ് ആവറേജ്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ്? അതായത് വേറെ ഒന്നുമല്ല, ആ പിക്സൽസിന്റെ എന്തിരിക്കുകയാണ്, അതായത് ഗ്രേ ലെവൽസിന്റെ ആവറേജ് വാല്യൂ എടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട എക്സാമ്പിളിൽ, അതായത് വെയ്റ്റഡ് ആവറേജ് ഫിൽറ്ററിൽ കോയിഫിഷ്യന്റ് വാല്യൂ എങ്ങനെയായിരുന്നു? സെയിം ആണോ? അല്ല, ഡിഫറെൻ്റ് ആണ് വന്നിരുന്നത് അല്ലേ. അതായത് കുറച്ച് പിക്സൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബ്ലറിങ്ങിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് ഫിൽറ്റർ ഹാസ് ഡിഫറെൻറ്റ് കോയിഫിഷ്യൻസ് ടു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു സം പിക്സൽ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് അതേഴ്സ്. ദി ഐഡിയ ബിഹൈൻഡ് ദാറ്റ് ഈസ് ടു റെഡ്യൂസ് ബ്ലറിങ് ഇൻ ദി സ്മൂത്തിങ് process. Okay, ഇനി വരുന്ന ഇക്വേഷൻ ആണ് averaging linear filtering of an image f of size m by n with a filter mask of size m by n is given by the expression. ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ to generate and complete filtered image, this equation must be applied for x equal to 0, 1 to up to n minus 1 and y equal to 0, 1 to up to n minus 1. കണ്ടോ ആവറേജിങ് ഫിൽറ്റർ അതായത് മീൻ ഫിൽറ്റർ. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ഇമേജ് കണ്ടു. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് 3x3 അല്ലേ, 3x3 മാസ്കിൻ്റെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ 5x5, 7x7 അങ്ങനെ വരെ. അപ്പോൾ നമ്മൾ ഓരോ നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതായത് മാസ്കിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇമേജിൻ്റെ ആ ഒരു ക്ലാരിറ്റി എങ്ങനെയാ കുറഞ്ഞു കുറഞ്ഞു പോകുന്നുണ്ട് അല്ലേ. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതായത് ഒറിജിനൽ ഇമേജിൽ എങ്ങനെയാണ്, അതായത് ആ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, ബാക്ക്ഗ്രൗണ്ടും ആ ഒരു പേഴ്സണായിട്ട് ശരിക്കും ആ ഒരു പേഴ്സൺ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ബ്ലെൻഡ് ആയിട്ടില്ല അല്ലേ. പക്ഷെ അതിനുശേഷം അതായത് മാസ്ക് ഇപ്പോൾ 3x3 അതുപോലെ 5x5 ആ ഒരു കേസിൽ മാസ്ക് നമ്മൾ കൊടുക്കുമ്പോൾ മാസ്കിന്റെ സൈസുകൾ മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഒറിജിനൽ ഇമേജ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അതായത് മാസ്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ആവറേജിങ് ഫിൽറ്റർ മീൻ ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് സംഭവിക്കുക, അതായത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലെൻഡ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ എക്സാമ്പിളിലാണെങ്കിൽ ഒരു പേഴ്സൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു എക്സാമ്പിളിന്റെ അതിൽ വന്ന മാറ്റങ്ങൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. As shown in the figure, the effect of averaging linear filter are എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം. പറഞ്ഞ പോലെ തന്നെ എന്താ, അതായത് മാസ്കിന്റെ സൈസ് കൂടി വന്നപ്പോൾ ഇമേജിന്റെ ആ ഒരു ക്ലാരിറ്റി പോയി അല്ലേ. ബ്ലറിംഗ് which is increased whenever the mask size increases. അതുപോലെ blending small objects with the background. The size of the mask established the relative size of the blended object. ഇനി black border because of padding the border of the original image. പിന്നെ വരുന്ന ലാസ്റ്റ് പിന്നെ നമുക്ക് എന്താ മനസ്സിലായത്, അതായത് ആ ഒരു ക്വാളിറ്റി അല്ലെ, ഇമേജ് ക്വാളിറ്റി ഒറിജിനൽ ഇമേജ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ട് ഉള്ളതും പിന്നെ സൈസ് കൂടി കൂടി വരുമ്പോഴും എന്താ സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലായ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരികയാണ്, റെഡ്യൂസ്ഡ് ഇമേജ് ക്വാളിറ്റി. ഇനി നമുക്ക് നോക്കേണ്ടത് ഓർഡർ സ്റ്റാറ്റിക്സ് ഫിൽറ്റർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓർഡറിംഗ് ദി പിക്സൽസ് കണ്ടെയ്ൻ ഇൻ ദി ഇമേജ് ഏരിയ എൻകംപാസ്ഡ് ബൈ ദി ഫിൽറ്റർ. ഈ ഒരു കേസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സെന്റർ പിക്സൽ വാല്യൂ റീപ്ലേസ് ചെയ്യാണ്. It replaces the value of the center pixel with the value determined by the ranking result. അതുപോലെ ഈ ഒരു ഫിൽറ്ററിംഗിൽ എഡ്ജസ് അതായത് ഇമേജസിന്റെ എഡ്ജസ് എപ്പോഴും എന്തായിരിക്കും, പ്രിസർവ്ഡ് ആയിരിക്കും. ഓക്കെ, എഡ്ജസ് ആർ ബെറ്റർ പ്രിസർവ് ഇൻ ദിസ് ഫിൽറ്റർ. അതിൽ ടൈപ്സ് ഓഫ് ഓർഡർ സ്റ്റാറ്റിക്സ് ഫിൽറ്റർ ആണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് വരുന്നത് മിനിമം ഫിൽറ്റർ ആണ്. ഈ ഒരു കേസിൽ ദി 0th percentile ഫിൽറ്റർ ഈസ് ദി മിനിമം ഫിൽറ്റർ. അതായത് ഇവിടെ സെന്റർ പിക്സൽ വാല്യൂ എന്ന് പറയുന്നത് അതായത് ആ വിൻഡോ, അതായത് വിൻഡോ എന്ന് പറയുന്നത് എന്താ, മാസ്ക് കേട്ടോ, അതായത് അതിലെ സ്മോളസ്റ്റ് വാല്യൂ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, അതാണ് മിനിമം ഫിൽറ്റർ. ഇനി മാക്സിമം ഫിൽറ്റർ എന്ന് പറയുമ്പോൾ 100 percentile ഫിൽറ്റർ ഈസ് ദി മാക്സിമം ഫിൽറ്റർ. അതായത് ഇവിടുത്തെ സെന്റർ വാല്യൂ എന്ന് പറയുന്നത് വിൻഡോയിലെ ലാർജസ്റ്റ് വാല്യൂ വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഇനി മീഡിയം ഫിൽറ്റർ. ഈ ഒരു ഫിൽറ്ററിൽ ഇപ്പോൾ മിനിമം ഫിൽറ്റർ മാക്സിമം ഫിൽറ്റർ എന്ന് പറയുമ്പോൾ അതിൽ സെന്റർ വാല്യൂ അല്ലെ, സെന്റർ വാല്യൂ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, അതാണ് റീപ്ലേസ് ചെയ്യുന്നത്. മീഡിയം ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഇമേജിലെ എല്ലാ പിക്സലിനെയും കൺസിഡർ ചെയ്യും. മിനിമം മാക്സിമം കേസ് എടുത്തു കഴിഞ്ഞാൽ ഇമേജിലെ സെന്റർ പിക്സൽ വാല്യൂവിനെ മാത്രമാണ് നോക്കുന്നത്. മീഡിയം ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ആ ഒരു ഇമേജിലെ എല്ലാ പിക്സലിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈച്ച് പിക്സൽ ഇൻ ദി ഇമേജ് ഈസ് കൺസിഡർഡ്. First neighboring pixels are sorted and original values of the pixel is replaced by the median of the list. Okay, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് എക്സാമിന് ചോദിക്കുന്നത് മീഡിയം ഫിൽറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്, നമുക്കത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇറ്റ് റീപ്ലേസസ് ദി വാല്യൂ അറ്റ് ദി സെൻറ്റർ ബൈ ദി മീഡിയൻ പിക്സൽ വാല്യൂ ഇൻ ദി നൈബർഹുഡ്, ദാറ്റ് ഈസ് ദി മിഡിൽ എലിമെന്റ് ആഫ്റ്റർ ദേ ആർ സോർട്ടഡ്. Median filter are particularly useful in removing impulse noise. അതായത് impulse noise salt and pepper noise എന്ന് പറയും. അപ്പോൾ ഈ ഒരു salt and pepper noise എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രേ ലെവൽ വാല്യൂ വരുന്നത് salt equal to 55, pepper equal to 0. അങ്ങനെയാണ് അതിൻ്റെ ഗ്രേ ലെവൽസ് വരുന്നത്. അപ്പോൾ
In a 3x3 neighborhood, the median is the fifth largest value. ഇനി 5x5 neighborhood, the 13th largest value ആണ് median value വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. അതായത് ആ മാസ്കിന്റെ സൈസ് അനുസരിച്ചുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു മീഡിയൻ ഫിൽറ്റർ എന്നുള്ളൊരു കേസ് മനസ്സിലായല്ലോ. പിന്നെ അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വരുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു 3x3 കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ for example, suppose that a 3x3 neighborhood has gray levels. നമുക്ക് gray levels തന്നിട്ടുണ്ട്. 10, 20, 0, 20 അങ്ങനെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? അതായത് സോർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ സോർട്ട് ചെയ്യുമ്പോൾ these values are sorted as 0, 10, 15, 20 അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്തെടുത്തു. Which result in a median of 20 that replaces the original pixel value 255. അതായത് 255 എന്നുള്ള ഗ്രേ ലെവൽ വാല്യൂ എന്താ? സോൾട്ട്. ഓക്കെ, സോൾട്ട് നോയ്സ്. ഇനി വേറൊരു എക്സാമ്പിൾ ശരിക്കും നോക്കാം, പ്രോബ്ലം ആയിട്ടുള്ളത് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു ബേസിക് ആയുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞുള്ളത്. അപ്പോൾ കൺസിഡർ ദി ഫോളോയിങ് 5x5 ഇമേജ്. ഓക്കെ, ഇവിടെ അപ്ലൈ എ 3x3 മീഡിയൻ ഫിൽറ്റർ ഓൺ ദി ഷെയ്ഡഡ് പിക്സൽസ് ആൻഡ് റൈറ്റ് ദി ഫിൽറ്റർഡ് ഇമേജ്. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൊല്യൂഷനാണ് വരുന്നത്. അപ്പോൾ ഷെയ്ഡഡ് പോർഷൻസ് ആണ് അല്ലേ? അപ്പോൾ ഷെയ്ഡഡ് പോർഷൻസ് ഏതൊക്കെയായിരുന്നു? 255, 70, 0 ഇതൊക്കെ എന്താ? ഇമേജ് പിക്സൽ വാല്യൂസ് ആണ്. അപ്പോൾ അതിലേക്ക് 3x3 മീഡിയൻ ഫിൽറ്റർ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് എന്താ? 255 എന്നുള്ള പിക്സൽ വാല്യൂയിലേക്ക് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു 3x3 മീഡിയൻ ഫിൽറ്ററിൽ ഓക്കെ ആ ഒരു ഏരിയയിൽ വരുന്ന പിക്സൽ വാല്യൂസിനെല്ലാം ഫസ്റ്റ് എന്ത് ചെയ്യണം? സോർട്ട് ചെയ്യണം. ഇപ്പം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അതായത് 30, 20, 80 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു? സോർട്ട് ചെയ്തു. അപ്പോൾ നേരത്തെ നമ്മൾ ബേസിക് ആയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് അല്ലേ? അതായത് ഒരു 3x3 മീഡിയൻ ഫിൽറ്റർ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫിഫ്ത്ത് വാല്യൂ ഓക്കെ ഫിഫ്ത്ത് ലാർജസ്റ്റ് വാല്യൂ ആണ് അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സോർട്ട് ചെയ്തപ്പോൾ എന്താ കിട്ടി? ഇപ്പോൾ അവിടുത്തെ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. ഇനി രണ്ടാമത്തെ ഷെയ്ഡഡ് വാല്യൂ എന്താണ്? ഷെയ്ഡഡ് പിക്സൽ വാല്യൂ എന്തായിരുന്നു? 70 ആണ്. അപ്പോൾ 70നെ സെൻറ്റർ ആക്കിയിട്ട് 3x3 മീഡിയൻ ഫിൽറ്റർ അപ്ലൈ ചെയ്തു. ഇതുപോലെ തന്നെ 15th ലാർജസ്റ്റ് വാല്യൂ, അതായത് ഇവിടെ വരുന്നത് എന്താണ്? 80 ആണ്. ഓക്കെ, ഇനി പിന്നെ വരുന്നത് 0 അല്ലേ? 0 എന്നുള്ള പിക്സൽ വാല്യൂ ആണ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് മീഡിയൻ ഫിൽറ്റർ വന്നു, 3x3 മീഡിയൻ ഫിൽറ്റർ അപ്ലൈ ചെയ്തു, വാല്യൂസ് എല്ലാം തന്നെ ഫസ്റ്റ് സോർട്ട് ചെയ്തു. ദെൻ ഫിഫ്ത്ത് ലാർജസ്റ്റ് വാല്യൂ അതായത് 100 ആണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ മീഡിയൻ എന്താണ്? 100 ആണ്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ റിസൾട്ട് അപ്ലൈ ചെയ്യുന്നത്? അതായത് ഇപ്പോൾ 30, 80, 100 അല്ലേ? ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ വാല്യൂസ് അതായത് ഈ മീഡിയൻ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? റീപ്ലേസ് ചെയ്യാൻ പോവാണ്. ആ സെൻറ്റർ വാല്യൂസ് ഉണ്ടല്ലോ, അതായത് ആ 3x3 ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ള ആ സെൻറ്റർ വാല്യൂവിനെ, അതായത് ആ ഷെയ്ഡ് ചെയ്ത പോർഷനെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണ് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഫിൽറ്റേർഡ് ഇമേജ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ കിട്ടിയ വാല്യൂസ് എല്ലാം തന്നെ റീപ്ലേസ് ചെയ്തു, ഫൈനൽ ആയിട്ടുള്ള ഫിൽറ്റേർഡ് ഇമേജ് റിസൾട്ട് കിട്ടി. ഓക്കെ, കണ്ടോ? അതായത് സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് വന്നിട്ടുള്ള ഒരു ഇമേജ്. ഓക്കെ, ആ ഒരു ഇമേജിൽ സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മീഡിയൻ ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ്, ഫൈനൽ റിസൾട്ടിൻ്റെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫിഗർ എ എന്ന് പറയുന്നത് ഇമേജ് കൊറിപ്റ്റഡ് ബൈ സോൾട്ട് ആൻഡ് പെപ്പർ നോയ്സ്. പിന്നെ ഫിഗർ ബി എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് അപ്ലൈയിങ് 3x3 സ്റ്റാൻഡേർഡ് ആവറേജിങ് ഫിൽറ്റർ, അതായത് മീൻ ഫിൽറ്റർ അപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് ഫിഗർ ബി എന്ന് പറയുന്നത്. ഫിഗർ സി ആണ് റിസൾട്ട് ഓഫ് അപ്ലൈയിങ് 3x3 മീഡിയൻ ഫിൽറ്റർ. കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതായത് ആവറേജിങ് ഫിൽറ്റർ, അതായത് മീൻ ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ടുള്ളതും മീഡിയൻ ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ടുള്ളതും നോക്കിയേ. അതായത് ബ്ലറിങ് അല്ലേ കുറഞ്ഞു അല്ലേ? മീഡിയൻ ഫിൽറ്റർ അപ്ലൈ ചെയ്തതിൽ ശരിക്കും പറഞ്ഞാൽ ബ്ലറിങ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഇമേജിന്. ഓക്കെ, അപ്പോൾ ദി ഇഫക്റ്റ് ഓഫ് മീഡിയൻ ഫിൽറ്റർ ആർ എന്തൊക്കെയാണ്? നോയ്സ് റിഡക്ഷൻ, ദെൻ ലെസ് ബ്ലറിങ് ദാൻ ആവറേജിങ് ലീനിയർ ഫിൽറ്റർ. ഓക്കെ ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ. ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്തത്. പക്ഷേ എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നന്നായി പഠിക്കുക. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഷാർപ്പനിങ് നോക്കണം. ഓക്കെ, അപ്പോൾ അതുകൂടെ കഴിഞ്ഞാൽ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.